അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കർഷക ദിനം ആചരിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കച്ചേരിത്താഴം ബ്രാഞ്ച് റിട്ടയർഡ് കൃഷി ഓഫീസർ സാജു KC കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കച്ചേരിത്താഴം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. റിട്ടയർഡ് കൃഷി ഓഫീസർ സാജു KC കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കർഷക ദിനം, കർഷകരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടപ്പാക്കാൻ ഇല്ലെങ്കിൽ അത് എല്ലാ വർഷവും നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം എല്ലാവരെയും അന്നം ഊട്ടുന്നത് കർഷകരാണ്. ഈ അടുത്ത കാലത്തായിട്ട് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കമ്പനികളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും അത് വാട്സാപ്പിലൊക്കെ കിട്ടുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും ആ സാധനം മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഗുണകരമല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ട് കോഴിമുട്ട, കാഷ്യൂനട്ട്, ഇതെല്ലാം കമ്പനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. എന്നാൽ പോലും മണ്ണിൽ പണിയെടുത്ത് കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കർഷകർ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെപ്പോലെയുള്ള വൈറ്റ് കോളർ ആയിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുകയുള്ളൂ. കൃഷിയിൽ മികവ് തെളിയിച്ച ജോസ് ജോർജ്, അനു കുര്യൻ, ഷെറീന അജി, MC ചെറിയാൻ എന്നീ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ബ്രാഞ്ച് മാനേജർ ജിസ്ന ജോൺസൺ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ നിഷ, റിട്ടയർഡ് കൃഷി ഓഫീസർ അഷ്റഫ് KP, ശ്രീരാജ്, ഹർഷ, ചന്ദ്രസേനൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് PTE ട്രെയിനിങ് ഫ്രം മെന്റർ അക്കാഡമി, എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ്. വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു. എല്ലാം ട്രാൻസ്പെറൻറ്റ്, വിശ്വസ്തം.